നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ വജൻ ജെ സ്റ്റീഫൻ. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ഭാരത് ജോഡോയ്ക്ക് പിന്നാലെ വോട്ടർ അധികറുമായി രാഹുൽ ഗാന്ധി. വോട്ടവകാശം സംരക്ഷിക്കാനാണ് ലക്ഷ്യമെന്നും രാഹുൽ. ശുഭാംശുവിന് ദില്ലിയിൽ ഗംഭീര വരവേൽപ്പ്. വരവേൽക്കാനായി പ്രമുഖർ അടക്കം ആയിരങ്ങൾ എത്തിച്ചേർന്നു. ഏഷ്യ ക്രിക്കറ്റിനായുള്ള ഇന്ത്യൻ ടീമിനെ നാളെ പ്രഖ്യാപിക്കും. ടീമിൽ സഞ്ജു സാംസണും ഇടം നേടി. വാർത്തകൾ വിശദമായി. ബീഹാറിലെ സസ്രാമിൽ വോട്ടർ അവകാശ യാത്രയ്ക്ക് തുടക്കമിട്ട് രാഹുൽ ഗാന്ധി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിയുമായി ചേർന്ന് വോട്ട് മോഷ്ടിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി റാലിയിൽ ആരോപിച്ചു. RSSും ബിജെപിയും ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ഭരണഘടനയെ രക്ഷിക്കാനുള്ള യുദ്ധമാണ് താൻ നടത്തുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് നടത്താൻ അനുവദിക്കില്ല എന്നും പാവപ്പെട്ടവരുടെ കയ്യിലെ വോട്ട് മാത്രമാണ് ഉള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു. കള്ളവോട്ട് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ബീഹാറിലെ സസ്രാമിൽ വോട്ടർ അധികർ എന്ന യാത്രയ്ക്ക് രാഹുൽ ഗാന്ധി തുടക്കം കുറിച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ, ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, RJD നേതാക്കളായ ലാലു പ്രസാദ് യാദവ്, തേജസ്വി യാദവ്, CPM നേതാവ് സുഭാഷിണി അലി, CPI നേതാവ് PE സന്തോഷ് കുമാർ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു. കാൽനടക്കാർക്ക് ഭീഷണിയായി ഭൂഗർഭ കേബിളിന്റെ ഒരു ഭാഗത്തെ പുറംചട്ട തേങ്ങിത്തീർന്നു. സംഭവ സ്ഥലത്ത് നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി ഫെബി ചേരുന്നു. ഫെബി, എന്തൊക്കെയാണ് അവിടുത്തെ വിശദാംശങ്ങൾ? വജൻ ട്രാൻസ്ഫോമിലെ വൈദ്യുതി എത്തിക്കുന്ന ഏരിയൽ ബെഞ്ച് പുറം ചട്ടയാണ് തേഞ്ഞു തീർന്നത്. നൂറുകണക്കിന് ആളുകളാണ് സമീപത്ത് ഫുട്പാത്തിലൂടെ നടന്നു പോകുന്നത്. ബസ് കയറാനെത്തുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും ഈ ഭാഗത്ത് ഉണ്ട്. ജനറൽ ആശുപത്രിയിൽ എത്തുന്നവരും ഇവിടെ നിന്നാണ് ബസ് കയറുന്നത്. ഒഴുകിയെത്തുന്ന മഴവെള്ളം കേബിളിന് സമീപമാണ് കെട്ടിക്കിടക്കുന്നതും വാഹനങ്ങൾ കയറിയിറങ്ങി കേബിളിന് തേയ്മാനം സംഭവിച്ചതാകാമെന്നാണ് KCB അധികൃതർ പറയുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ചരിത്രപരമായ സന്ദർശനത്തിന് ശേഷം ശുഭംശു ശുക്ല ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. ദില്ലി മുഖ്യമന്ത്രി അടക്കം നിരവധി നേതാക്കൾ എത്തിയാണ് ഡൽഹിയിൽ ആവേശകരമായ വരവേൽപ്പ് നൽകിയത്. ത്രിവർണ പതാകയും എത്തിയ നൂറുകണക്കിന് ആളുകളുടെ ആർപ്പുവിളിയിലേക്കാണ് ശുഭംശു ശുക്ല വന്നിറങ്ങിയത്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ലക്നൌവിലേക്ക് മടങ്ങും. ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റ് ടൂർണമെന്റിലുള്ള ഇന്ത്യൻ ടീമിനെ നാളെ പ്രഖ്യാപിക്കും. സെലക്ടർമാർ പരിധി വച്ചിരിക്കുന്നത് വൻപൻ സർപ്രൈസുകൾ. ആദ്യഘട്ടത്തിൽ ടീമിന്റെ നായക സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ടെസ്റ്റ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിനെ സെലക്ടർമാർ തടഞ്ഞതായാണ് വിവരം. നിലവിലെ T20 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഫിറ്റ്നസ് വീണ്ടെടുത്തതോടെയാണ് ഗില്ലിനെ വഴി അടഞ്ഞത്. അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, തിലക് വർമ്മ എന്നിവരും ടീമിൽ ഇടം നേടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭാരത് ജോഡോയ്ക്ക് പിന്നാലെ വോട്ടർ അധികറുമായി രാഹുൽ ഗാന്ധി. വോട്ടവകാശം സംരക്ഷിക്കാനാണ് ലക്ഷ്യമെന്നും രാഹുൽ. ശുഭാംശുവിന് ദില്ലിയിൽ ഗംഭീര വരവേൽപ്പ്. വരവേൽക്കാനായി പ്രമുഖർ അടക്കം ആയിരങ്ങൾ എത്തിച്ചേർന്നു. ഏഷ്യ ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിനെ നാളെ പ്രഖ്യാപിക്കും. സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.